ബിഗിനേഴ്സ് ട്രൈ ചെയ്ത് നോക്കേണ്ട കോഡിംഗ് ചലഞ്ചസ് ഏതൊക്കെയാണ്? ഒരു ബിഗിനർ എന്ന രീതിയിൽ നമ്മൾ തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ ലോജിക്കലായിട്ടുള്ള ചെറിയ ടെസ്റ്റുകൾ ചെയ്യാം, അല്ലെ കാൽക്കുലേറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ടു ഡു ലിസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ വലുതാക്കി ചെയ്യാൻ പറ്റും. അല്ലാതെ ആദ്യം തന്നെ നമ്മളൊരു വലിയൊരു പ്രൊജക്റ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ സ്ട്രഗിൾ ചെയ്യും, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുക, ഒരു ചെറിയൊരു ടു ഡു ലിസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പസിൽസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അത് റെഡിയായി കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ക്രെഡ് ഓപ്പറേഷൻ ചെയ്യാം. ക്രെഡ് ഓപ്പറേഷനും കാര്യങ്ങളും ഇപ്പോൾ മേൺ സ്റ്റാക്സ് പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ് ഞാൻ പറഞ്ഞത്. ക്രെഡ് ഓപ്പറേഷൻ ചെയ്യാം മൊത്തം. ആദ്യം നമുക്ക് ആ ഡി വിയിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ API ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട് എൻഡും കൂടി ചെയ്യുമ്പോൾ അത് ക്രെഡ് ഓപ്പറേഷൻ ആവും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം റെഡിയാവും. പിന്നെ നമ്മൾ റിയൽ ടൈം പ്രോജക്റ്റ് നമുക്ക് എടുത്തിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കാശ് തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടല്ല, നമ്മൾ തന്നെ കണ്ടിട്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിട്ട്, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ സൈറ്റുകൾ നോക്കിയിട്ട് നമുക്ക് അതേ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ അവരുടെ ഫീച്ചേഴ്സ് ഉണ്ട് അത് അതേ രീതിയിൽ മിമിക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് നോക്കുക, കോഡുകളല്ല, ജസ്റ്റ് അതിൻ്റെ ഫങ്ഷണാലിറ്റി നോക്കുക, എന്നിട്ട് അതേപോലെ നമുക്ക് ചെയ്താൽ പിന്നെ നമുക്ക് ഏത് പ്രോജക്റ്റും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളൊരു മോക്കപ്പ് നോക്കാതെ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മളത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ പല സ്റ്റുഡൻസും ഞാനത് കണ്ടിട്ടുണ്ട്. ഒരു ഡിഫിക്കൽട്ട് സാധനം കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഈ ഫീച്ചർ വേണ്ട എന്നൊരു തിരിവ്. പക്ഷേ നേരെ മറിച്ച് ഒരു പിന്നെ ഫ്ലിപ്കാർട്ടോ അങ്ങനെ ഏതെങ്കിലും മോക്ക് നോക്കുകയാണെങ്കിൽ അത് അതേപോലെ അച്ചീവ് ചെയ്യണം എന്നുള്ള അവരുടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ലെവൽ ചെയ്ത് വന്നാൽ മതി. എന്തായാലും റിയൽ ടൈം പ്രോജക്റ്റ് എന്തായാലും ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാലുള്ള നമുക്ക് നല്ലൊരു രീതിയിൽ നമുക്ക് കോഡിങ് നമ്മളെ ഭാഗത്തുനിന്ന് കോഡ് എഴുതാനുള്ളൊരു കപ്പാസിറ്റി നമുക്കായി വരിക.